കൊല്ലുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ മെസ്സേജ് ഇട്ടിട്ട് ആളെ കൊന്നിരിക്കുന്നു. സംഭവം കണ്ണൂരാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂര് കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ നെഞ്ചിലേക്കാണ് വെടിയുതിർത്തത്. തൻ്റെ സുഹൃത്തായ സന്തോഷാണ് വെടിയുതിർത്തത്. സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളാണ്, സുഹൃത്തുക്കളാണ്. കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറുമാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണന്റെ പുതിയ വീട് പണിയുന്ന സ്ഥലത്താണ് സംഭവം. അവിടെ വീട് പണിക്ക് സന്തോഷം എത്തിയിരുന്നു. വളരെ ദുരൂഹമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കിടക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇതുവരെ വെളിയിലോട്ട് വന്നില്ല. ഇവർ 3 പേരും സഹപാഠികളാണെന്നറിയാം, സന്തോഷും രാധാകൃഷ്ണനും അയാളുടെ ഭാര്യയും. പക്ഷേ ആ സന്തോഷ് വെടിവെക്കുന്ന, അല്ലെങ്കിൽ താൻ എക്സ്പെർട്ടാണ് വെടിവെക്കാനെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ വെടിവെക്കുന്ന ഒരു ദൃശ്യം തോക്ക് ചൂണ്ടി, അയാൾ നല്ല എക്സ്പെർട്ട് വെടിവെക്കുന്ന ആളാണ്. ഒരു തോക്ക് പിടിച്ചിട്ട് ഒരാളെ ലക്ഷ്യം വെച്ച് ചൂണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിനടുത്തൊരു അടിക്കുറിപ്പ് കൂടി ഉണ്ട്. അയാൾ പറഞ്ഞിരിക്കുന്നത് കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളിക്കും എന്ന കാര്യത്തിൽ ഉറപ്പ്. അതാണ് ഈ കൊലപാതകം തൊട്ട് മുമ്പിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ആ അടിക്കുറിപ്പ് പിന്നീട് അത് ഏകദേശം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 4:47 ഇട്ടിരിക്കുന്നത്. അതിനുശേഷം 7:30 അടുത്ത പോസ്റ്റ് വന്നു. വെടിവെച്ച് നെഞ്ചിൽ വെടിയുണ്ട കൊണ്ട് മരണപ്പെട്ട ശേഷം അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ജീവൻ പോയാലും സാരമില്ല, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ലടാന്നാണ്. എന്താണ് ഈ ദുരൂഹതയെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. 3 പേരും ഒന്നിച്ച് പഠിച്ചതാണ്, സുഹൃത്തുക്കളാണ് എന്നും പറയുന്നുണ്ട്. അത് സന്തോഷ് സ്നേഹിച്ച പെണ്ണിനെ രാധാകൃഷ്ണൻ സ്നേഹിച്ചു, അത് രാധാകൃഷ്ണൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോ, അതാണ് മനസ്സിലാകാത്ത കാര്യങ്ങൾ. കല്യാണം കഴിച്ചു പോയി. ഇപ്പം ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ സന്തോഷ് ഒരു വീട് വെക്കുന്നുണ്ട്. ആ വീടിൻ്റെ പണിക്ക് സുഹൃത്ത് സന്തോഷമല്ല, ആ കൈതപ്പുറംകാരൻ രാധാകൃഷ്ണൻ വീട് വെക്കുന്നുണ്ട്. അവിടെ സന്തോഷ് ജോലിക്ക് വരികയും ചെയ്തിട്ടുണ്ട്. 2 പേരും സുഹൃത്തുക്കളാണ്. ഭാര്യ അവിടെയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള കാരണം? പക്ഷേ അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് എന്നെ ജീവൻ പോയാലും ഞാൻ സഹിക്കും, എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് ഡാഷ് ഇട്ടിട്ട് നിനക്ക് മാപ്പില്ലടാന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് പോലീസ് വരും എന്നാണ് ഞാൻ കരുതുന്നത്. രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വെടി. അത് നാടൻ തോക്കായിരിക്കാം എന്ന് കരുതുന്നു. ഇയാൾക്ക് തോക്കുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇയാളൊരു ഷാർപ്പ് ഷൂട്ടറാണ്. വെടിക്കൊപ്പ് ഉപയോഗിച്ച് മത്സരത്തിനൊക്കെ പങ്ക് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എങ്കിലും നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ എക്സ്പെർട്ടാണ് സന്തോഷം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ ഉയർത്തിപ്പിടിച്ച ഒരു തോക്കുമായിട്ട് നിൽക്കുന്ന ദൃശ്യം വരെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തിട്ടിരിക്കുന്ന കമൻറ്റും അങ്ങനെ തന്നെ. നിലവിൽ ഇപ്പം പ്രതി സന്തോഷ് പരിയാരം പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലാണ്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് ഒരു വാക്കൂടെ അതിൻ്റെ മുമ്പിലുണ്ട്. ഏത് പെണ്ണ് ഇവൻ്റെ ഭാര്യയാണോ അത് രാധാകൃഷ്ണൻ്റെ ഭാര്യയാണോ എന്ന് വ്യക്തതയില്ല. ഷൂട്ടിംഗ് ക്ലബിലെ മെമ്പറാണ് സന്തോഷ് എന്നും പറയുന്നുണ്ട്. കണ്ണൂർ മാതമംഗലം കൈതപ്പുറത്ത് ഒരു ഗുഡ്സ് ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ് രാധാകൃഷ്ണൻ. പുതിയ വീട് വെക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഭാര്യയായിട്ട് മക്കളുമായിട്ട് താമസിക്കാൻ ഒരു വീട് വെക്കുകയാണ്. ആ വീട് വെക്കുന്നതിന് സന്തോഷ് സഹായിയായിട്ട് വന്നിട്ടുമുണ്ട്, അവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. ആ ജോലി വെക്കുന്ന ആ സമയത്തുള്ള സൗഹൃദം കൂടിയോ അന്നേരത്തെ സൗഹൃദമാണോ അതോ ഒന്നിച്ച് പഠിച്ചപ്പോൾ ഉള്ള സൗഹൃദമാണോ ഒന്നും ഇപ്പം വ്യക്തതയല്ല. ഏതായാലും രാജേഷിൻ്റെ ഭാര്യ ഇതിനകത്തൊരു കഥാപാത്രമായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇന്നലെ വൈകിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ ഫേസ്ബുക്ക് പക്ഷെ 4:23 പറയുന്നുണ്ട്. അതിനുശേഷം
വെടിവെച്ച് കൊന്ന ശേഷമായിരിക്കണം രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 7/27 അടുത്ത പോസ്റ്റ്. ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാകുന്നത് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് സൗഹൃദം പങ്കിടും പലരും. പക്ഷേ ഒരു പെൺകുട്ടിയോട് 2-3 പേര് സൗഹൃദം പങ്കിടുമ്പം ആരെ പ്രേമിക്കുന്നു എന്നത് വ്യക്തമല്ല. പെൺകുട്ടിയെ ആരാണ് പ്രേമിക്കുന്നത് എന്ന് സുഹൃത്തുക്കൾക്ക് അറിയില്ല. 2-3 പേര് ചിലപ്പം ഒന്നിച്ച് ഒരേ സമയം ആ പെൺകുട്ടിയെ പ്രേമിച്ചെന്ന് വരും. അതിൽ കയ്യൂക്കുള്ള കാര്യക്കാരെന്ന് പറയുന്ന പോലെ അതിനകത്ത് മിടുക്കനായവൻ ആ പെൺകുട്ടിയായിട്ട് പോകും. പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വൈരാഗ്യം ഉണ്ടാകാം. ആ വൈരാഗ്യം പിന്നെ സാധാരണ ആരും തീർക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ രാധാകൃഷ്ണന്റെ ഭാര്യയായിട്ട് അടുപ്പം ഉണ്ടാകാം, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ വേറെ ഈ സന്തോഷമായിട്ട് ബന്ധമുള്ള സ്ത്രീകളുടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം, ഏതു വിധത്തിലും ആകാം. അതിനൊന്നും വ്യക്തതയില്ല. അത് പരിഹാരം പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ആ വിവരങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. പ്രതിയെ അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, പ്രതിയെ ചോദ്യം ചെയ്യും. അതേസമയത്ത് രാധാകൃഷ്ണന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും. ഇവര് ഒന്നിച്ച് എവിടാണ് പഠിച്ചത്, എങ്ങനെയായിരുന്നു സൗഹൃദം, ഇപ്പം ഈ വൈരാഗ്യം വരാനുള്ള കാരണം എന്ത്, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഏതായാലും ഇത് ഒരിക്കലും കേരളത്തിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ദർശിച്ചിട്ടില്ല. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ കൃത്യത ഇനി വെളിവായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു, ഈ സൗഹൃദം എങ്ങനെയാണ് ഉടഞ്ഞു പോയത്, എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളോട് വൈരാഗ്യം തോന്നിയത്, ആ പെൺകുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ എങ്ങനെ പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ കേസിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൻ്റെ അവസാനം തൻ്റെ സുഹൃത്തിൻ്റെ നെഞ്ചു നോക്കി വെടിയുതിർക്കുന്ന തൻ്റെ ആത്മമിത്രത്തിനെയാണ് കാണുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ വളരെ റയറാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് സുഹൃത്തുക്കൾ പോയത്? കാരണം രണ്ടുപേരും സന്തോഷ കല്യാണം കഴിച്ചതാണോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും അടുത്ത ദിവസങ്ങൾ ഇതേപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ വെടിവെപ്പിന് തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് രാധാകൃഷ്ണൻ സന്തോഷിനെതിരായിട്ട് ഒരു പരാതി പരിയാരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് കാര്യത്തിനാണ്? തൻ്റെ ഭാര്യയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അല്ലെ ഭാര്യയെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള രീതിയിലാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അങ്ങനെ ഒരു പരാതി 2 മാസം മുമ്പ്, ഈ കൊലപാതകത്തിന് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നു. 2 മാസം മുമ്പ് അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതേപ്പറ്റി അതിൻ്റെ ഡിസ്പോസൽ എങ്ങനെയായിരുന്നു എന്നറിയില്ല. അത് എന്ത് രീതിയിലുള്ള പരാതിയാണ്? തൻ്റെ ഭാര്യയുമായിട്ട് ഇയാൾ അടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാതിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ എൻ്റെ പെണ്ണിനെ തുടരുന്നുള്ള വാക്ക് ഒരിക്കലും അത് പൊരുത്തപ്പെടുന്നില്ല. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ, ഈ നെഞ്ചു നോക്കി വെടിയുതിർക്കാനും അത് രാധാകൃഷ്ണൻ പണിയുന്ന അയാൾ വളരെ അധികം ആഗ്രഹിച്ച് പണിത ആ പണി പൂർത്തിയാകാറായ ആ വീടിൻ്റെ മുമ്പിൽ അയാൾ നിൽക്കുമ്പം ഇയാൾ തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് അയാളെ കൊലപ്പെടുത്തിയത് വളരെ ദാരുണമായ ഒരു സംഭവമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാനൊക്കുള്ളൂ. ആ മാനസിക സംഘർഷത്തിൻ്റെ, ആ മാനസിക ബുദ്ധിമുട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാൻ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് പോലീസ് വെളിപ്പെടുത്തും എന്ന് കരുതുന്നു.